അപ്പോൾ അനഘ എന്നോടൊപ്പം മാവേലിക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. അനഘ നമ്മുടെ പൊതുവേദിയിലെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്, പുതിയ തലമുറയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ശ്രീ ഗുഡ് അനഘ ഈവനിങ് സർ. കേൾക്കാമോ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അപ്പോൾ തൊണ്ടവേദനയൊക്കെ മാറിയോ അനഘ? മാറിയായിരുന്നു. എന്താണ് ഈ തൊണ്ടവേദനയ്ക്ക് ഐസ്ക്രീം കഴിച്ചു കാണും അല്ലേ? ഇല്ല, എന്താ സാർ, എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്, അപ്പൊ അതിന്റെ ആയിരിക്കും. അതായിരിക്കും. അപ്പോൾ അല്ലാതെ ഐസ്ക്രീം കഴിക്കുക, തണുത്ത വെള്ളം കുടിക്കുക, അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല? ഇടയ്ക്ക് തണുത്ത വെള്ളം കുടിക്കുന്ന പണ്ടേ ഇല്ല, ഐസ്ക്രീം വല്ലപ്പോഴൊക്കെ. അത് ശരി. അപ്പം ഞാൻ ഈ പലപ്പോഴും ഈ ഐസ്ക്രീമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ നിയന്ത്രണമൊക്കെ വിട്ടുപോകും. ചിലപ്പോൾ തൊണ്ടവേദന, പക്ഷെ എനിക്ക് അങ്ങനെ തൊണ്ടവേദന പലപ്പോഴും വരാറുണ്ടെങ്കിലും ഐസ്ക്രീം കാണുമ്പോൾ ഞാൻ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ അനഘയ്ക്ക് ആ ശീലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഉണ്ട്. സത്യം സമ്മതിച്ചു ഒടുവിൽ അല്ലേ? അല്ല, പറ്റേ തണുത്ത വെള്ളം കുടിക്കത്തില്ല. ശരി. അപ്പോൾ ഈ അനഘയ്ക്ക് ഈ അവാർഡിൽ കുട്ടികളെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഒരു 12-കാരി അനഘ ഈ 12-കാരിയുടെ പ്രതികരണത്തോട് എന്താണ് പറയുന്നത്? അവർക്ക് പിന്തുണ അർഹിക്കുന്നു ആ കുട്ടി, അതോ പ്രകാശ് രാജ് ഇതിൻ്റെ നിലവാരം നോക്കി വന്നപ്പോൾ അത് കണ്ടില്ല എന്ന് പറയുന്നത് ജൂറിയുടെ സ്വാതന്ത്ര്യമാണെന്ന് വിശേഷിപ്പിക്കണം? അല്ല, അത് ഇപ്പം അവസരങ്ങള് സാർ, ഇന്ന് ഈ വർഷം കിട്ടുന്ന അവസരം അടുത്ത വർഷം കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് ആ കുട്ടി പെർഫോം ചെയ്യുന്ന അതേപോലെ അടുത്ത വട്ടം അവസരം കിട്ടിയാലല്ലേ അടുത്ത നോമിനേഷൻ വരത്തുള്ളൂ. അപ്പം ഇവിടെ അഭിപ്രായം പറയാൻ ഇന്ന വയസ്സുകാർക്ക് അഭിപ്രായം പറയാം, അങ്ങനല്ല. ആ കുട്ടി പലപ്പോഴും അഭിപ്രായം പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എന്തോ അമ്മച്ചിയാണോ, ഇത്രയും പ്രായത്തെ അമ്മച്ചി അല്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ സൊസൈറ്റിയിൽ അവർക്ക് മെച്യൂരിറ്റി കാണിക്കേണ്ടത് അവർ മെച്യൂരിറ്റി കാണിക്കണം. ഇപ്പം ആ കുട്ടി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിലും നാഷണൽ അവാർഡ് ആണെങ്കിലും ആ കുട്ടിയുടെ കൂടെ നിന്നൊരു വ്യക്തിക്കാണ് നാഷണൽ അവാർഡ് അന്ന് അവിടെ കിട്ടിയത്. തീർച്ചയായിട്ടും അവർക്ക് പറയാൻ അവളും മിടുക്കിയായ ഒരു കുട്ടിയാണ്. പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന പല നടന്മാരും പണ്ടത്തെ ബാലതാരങ്ങളാണ്, അല്ലാതെ അവരാരും ഒരുപാട് പേര് ഇന്നല്ലേ, എനിക്ക് ആരും പേരൊന്നോട്ട് പറയാൻ ഓർക്കുന്നില്ല. പക്ഷെ എത്രയോ നടന്മാര് ഇന്നത്തെ നായികമാർ പലരും 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ സിനിമയിൽ രംഗത്തെത്തിയവരാണ്. തീർച്ചയായിട്ടും. ഇപ്പം ഒരു കലോത്സവ വേദിയിൽ പെർഫോം ചെയ്യുമ്പം അവരെ പറ്റി അവർക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരെന്താണെന്ന് അവർക്കറിയാം. അതിന് പണ്ട് നവ്യനാര് അറിഞ്ഞൊക്കെ ഭയങ്കര ഇതല്ലായിരുന്നു. കാരണം അവനവന്റെ കലയെ പറ്റി അവനവന്റെ ടാലന്റിനെ പറ്റി നമുക്കറിയുമ്പം അതിന് നമ്മൾ അർഹിക്കുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ചോദിക്കാം. അത് തെറ്റൊന്നും അല്ലല്ലോ, തെറ്റെങ്ങനെ വരും? അപ്പം ആ കുട്ടി പറയുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. കാരണം അവള് ഒരു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മാർജിനലൈസ് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. ഇപ്പൊ എത്രയോ നല്ല നല്ല ചൈൽഡ്, ഇപ്പം നാഷണൽ അവാർഡ് നമ്മുടെ ഇപ്പം നടന്ന നാഷണൽ അവാർഡിൽ എത്ര കുട്ടികൾക്ക് കിട്ടി? ഒരു കുട്ടിക്കാണെങ്കിൽ വിരലിന്റെ അത്രയും പോലും നീളില്ല, അത്രയ്ക്ക് ചെറുപ്പം ആയ കുഞ്ഞുങ്ങളാണ്. അവർക്കൊരു മോട്ടിവേഷനാണ്. കാരണം എനിക്ക് എന്റെ കല അല്ലെങ്കിൽ എന്റെ ആ ടാലന്റിനെ ആൾക്കാരെ എനിക്ക് അതിനു വേണ്ട കാര്യങ്ങൾ കിട്ടും. അത് അവർക്ക് കിട്ടുന്നൊരു മോട്ടിവേഷനാണ്. ഇപ്പൊ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയതിൽ ഒരെണ്ണം മാത്രമാണ്. ഈ ആനന്ദ് മന്മഥൻ പറയുന്ന ഒരു വാക്കാണ് എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് കേട്ടോ അനഘ. ഒരു അവാർഡ് കൊടുത്തില്ലെങ്കിലും ഒരു പരാമർശമെങ്കിലും ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് ആ കുട്ടികളുടെ സിനിമ. അപ്പൊ ആനന്ദ് മന്മഥൻ പറയുന്നത് ഒരു അവാർഡ് ഇല്ലെങ്കിലും അങ്ങനെ അർഹനായ ഒരു ബാലതാരവും ഇല്ലെന്ന് വിധികർത്താക്കൾ തീരുമാനിച്ച് കഴിഞ്ഞ വർഷം നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ച ബാലതാരങ്ങൾ ഇല്ലായിരുന്നു എന്ന് പ്രസ്താവന കണ്ടപ്പോൾ പറയാൻ തോന്നി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എത്രയോ നല്ല ബാലതാരങ്ങളുണ്ട്. ഇപ്പം സിനിമകൾ ഒരു നല്ല സിനിമ എടുത്താൽ അതൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവളുടെ അല്ലെങ്കിൽ അവന്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ ശ്രദ്ധിക്കൂല. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം കഴിവിന് ആണെന്നോ പെണ്ണെന്നോ ചെറിയവനോ വലിയവനോ പ്രായമുള്ള ആളെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇടയ്ക്ക് ഫാലിമി എന്നൊരു സിനിമ ഇറങ്ങിയത്, അതിൽ അപ്പൂപ്പന്റെ ചെയ്ത റോളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഈ കുട്ടി ചെയ്ത ഫിലിംസ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ ബാലതാരങ്ങൾ ഇപ്പൊ നമ്മുടെ ഒരു ആക്ട്രസ് ഉണ്ടല്ലോ, സനൂപോ അങ്ങനെ കണ്ടു. അവരൊക്കെ കുഞ്ഞിലേ തൊട്ട് ഈ നമ്മൾ കണ്ടല്ലേ അവര് ഇന്ന് നടന്മാരും നടിമാരും ഒക്കെ ആയത്. അപ്പൊ അംഗീകാരം കൊടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവർക്ക് അർഹിക്കുന്ന അംഗീകാരം ചോദിക്കാതെ തന്നെ കൊടുക്കുക. അല്ലാതെ അവര് ഞങ്ങൾക്ക് കിട്ടിയില്ലെന്നൊരു ഇത് വരുത്തരുത്. ഇപ്പൊ 777 ചാർലി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. അതിലെ ആ ഒരു ആർട്ടിസ്റ്റ് രോഗിന് പോലും അവാർഡ് കൊടുക്കാം. അവിടുത്തെ ചാനലിൽ ആരാണ്ടൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരിക്കലും ഇന്നയാള് ഫേമസ് ആണോ ഇന്നയാള് ചെറുപ്പമാണോ അല്ല, അവർക്ക് അർഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. അത് കൊടുക്കാതെ അവർക്കൊരു അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എല്ലാവർക്കും കിട്ടണ്ടാവും, എല്ലാവർക്കും കിട്ടാം. വ്യക്തമാണ്.
അവിടുത്തെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ഷിജു പിന്നെ രാജന് പിന്തുണച്ച് കൈയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. യു ക്യാൻ സി ഓൾ